അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇഷ്ക് റസൂൽ ഫാമിലി എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ ആവശ്യങ്ങളെ റബ്ബ് സുബ്ഹാനഹു തആല വേഗത്തിൽ തന്നെ നേടിത്തരുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു അമലാണ് പറയുന്നത്. വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ നമ്മുടെ ആവശ്യങ്ങളെ റബ്ബ് സുബ്ഹാനഹു തആല സാധിപ്പിച്ചു തരും. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിൽ അടിയുറച്ച് നീയത്ത് വെച്ചിട്ട് ഈ ഒരു അമലിനെ മാത്രം ചെയ്താൽ മതി. ഈ ഒരു അമലിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിലൂടെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൂടെ, സംഭവങ്ങളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ റബ്ബ് സുബ്ഹാനഹു തആല സാധിപ്പിച്ചു തരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് നോക്കാം. ഒരുപാട് ആളുകൾ ഒരുപാട് അമലുകൾ ചെയ്ത് നോക്കുന്ന ആളുകളാണ്. ചില ആളുകൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം കിട്ടും. മറ്റു ചിലർക്ക് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും, എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താലും, ഇബാദത്തുകൾ ചെയ്താലും, റബ്ബിലേക്ക് അടുത്താലും ആഗ്രഹങ്ങൾ നിറവേറി കിട്ടൂല. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഈ ഒരു അമലിനെ ഏറ്റെടുത്ത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ റബ്ബ് നേടിത്തന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കാം. ഇഷ്ക് റസൂൽ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ കാണുന്ന ആളുകൾ കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, ഒരാൾ പോലും ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ലൈക്ക് ചെയ്താലുള്ളൂ ഇതിനർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിപ്പെടുകയുള്ളൂ. അത് കാരണം ഒരുപാട് ആളുകൾക്ക് ഈ ഒരു അമല് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കണം എന്ന് തോന്നുന്നവരിലേക്ക്, വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക്, കടമുള്ളവർക്ക്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, ജോലിയില്ലാത്തവർക്ക്, ഇത്തരം ആളുകൾക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ഇത്തരത്തിൽ പുതുതായിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കതിലേക്ക് കിടക്കാം. നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള റമളാൻ മാസം നമ്മളുടെ അരികിലെത്തിയിട്ടുണ്ട് അല്ലേ? ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ മുമ്പിലുള്ളത്. കഴിയുന്ന ആളുകളൊക്കെ ഇന്ന് മുതൽക്ക് 1000 ഇസ്തിഗ്ഫാറിൻ്റെ ചലഞ്ച് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മളെല്ലാ ദിവസവും 1000 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇത്തരത്തിൽ റമളാൻ മാസം കഴിയുന്നത് വരെ നിങ്ങൾ ഈ ഒരു 1000 ഇസ്തിഗ്ഫാർ ചലഞ്ചിൽ പങ്കെടുക്കുകയും ആ ഇസ്തിഗ്ഫാറിനെ ഇത്രയും ദിവസം മുടങ്ങാതെ നിങ്ങൾക്ക് ചൊല്ലാനും സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ ആ ഒരു അമല് കൊണ്ട് കാരണമാകും, ഇസ്തിഗ്ഫാർ കൊണ്ട് കാരണമാകും. ഞാൻ ഡെയിലി 1000 ചൊല്ലി വിടാൻ കഴിയുമെങ്കിൽ ഞാൻ ചൊല്ലി വിടാം. കാരണം ചില ആളുകൾക്ക് അതൊരു ഇറിറ്റേഷൻ ആയിരിക്കും, അതായത് ഇത്തരത്തിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നത്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അത്തരത്തിൽ ചൊല്ലിവിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് അത് കാരണത്താൽ കൂടെ ചൊല്ലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ വേഗത്തിൽ തന്നെ സാധിപ്പിച്ച് കിട്ടുന്ന ഈ ഒരു റമളാൻ മാസത്തിന് മുമ്പായിട്ടെങ്കിലും നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റമളാനിലേക്ക് നമ്മൾ കാത്തു നിൽക്കണ്ട. വളരെ വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതേതാണെന്ന് നോക്കാം അല്ലേ? ആദ്യം തന്നെ നമ്മൾ 5 വഖ്ത് നിസ്കാരം ഖളാ ആകാതെ കൃത്യമായിട്ട് അതിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ട ആ ഒരു സമയത്ത് മാത്രം പടച്ചോനെ വിളിക്കാതെ ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും റബ്ബിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തുക. ഇത്തരത്തിൽ നമ്മൾ ചെയ്താലുള്ളൂ നമ്മളൊന്ന് ഇടങ്ങേറാകുന്ന സമയത്ത്, നമ്മളൊന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളെ നോക്കാൻ നമ്മുടെ റബ്ബ് തിരിയുള്ളൂ. അല്ലാതെ ആവശ്യം വരുമ്പോൾ മാത്രം റബ്ബിനെ വിളിച്ചിട്ട് നമുക്കൊരല്പം സുഖവും സന്തോഷവും സമാധാനം വരുന്ന സമയത്ത് റബ്ബിനെ പാഠമടക്കുന്ന ഒരുപാട് സഹോദരങ്ങളിന്ന് നമുക്കിടയിലുണ്ട്. അവരോടാണ് പറയുന്നത്, തീർച്ചയായിട്ടും ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ
പടച്ച തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ ആവശ്യങ്ങളെ പറയാനും നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ റബ്ബിനോട് കുറച്ച് സംസാരിക്കാനും സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് മതി. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് റബ്ബിനോട് ആശയവിനിമയം നടത്തുക എന്നുള്ളത്, പടച്ചോൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ കാര്യങ്ങളെ പറയുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അത്തരം അടിമകളെ, റബ്ബിനോട് സംസാരിക്കുന്ന അടിമകളെ. അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, സുബഹ്ക്ക് മുമ്പും ശേഷമുള്ളത്, അതുപോലെ തന്നെ അസറിൻ്റെ, ളുഹറിൻ്റെ, മഗ്‌രിബിൻ്റെ, ഇതിൻ്റെയൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ ഫർദിനോട് കൂടെ തന്നെ നമ്മൾ നിസ്കരിച്ച് ശീലിക്കാം. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇടങ്ങേറുകളുണ്ടല്ലോ, ഇതൊക്കെ ദൂരെ മറഞ്ഞു പോകാൻ ഈ ഒരു അമല് കൊണ്ട് കാരണമായേക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അമല് ഏതാണെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ബഖറ. വളരെ ശക്തിയേറിയിട്ടുള്ള സൂറത്താണ്. ഈ ഒരു സൂറത്തിനെ നമ്മൾ 40 ദിവസം മുടങ്ങാതെ ചൊല്ലാം. ഒരു തവണ ചൊല്ലി തീർത്താലും മതി, പക്ഷേ 40 ദിവസം ഈ ഒരു അമല് നമ്മൾ മുടങ്ങാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര സൂറത്തുൽ ബഖറയാണ് ഓതി തീർക്കാൻ കഴിയുക? അത്ര എണ്ണം ഈ ഒരു 40 ദിവസം കൊണ്ട് നമ്മൾ ഓതി തീർക്കുക. ഇത്രയുള്ളൂ കാര്യം. നമ്മുടെ ഹലാലായിട്ടുള്ള മുറാദിനെ നമ്മൾ മനസ്സിൽ നിയ്യത്ത് വെച്ചിട്ട് ഒരു 40 ദിവസം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. അത് 2, 3, 4, 5, ഒരു 10 ബഖറ സൂറത്ത് നമുക്ക് ഓതാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നമ്മുടെ മുമ്പിൽ മലർക്കെ റബ്ബ് സുബ്ഹാനഹു തആല തുറന്നു തരും. അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ റബ്ബിൻ്റെ സഹായം നമുക്കെത്തും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരിക്കുന്ന സഹോദരങ്ങളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു അമല് ചെയ്യുന്നതിലൂടെ അതിനുള്ള മാർഗവും റബ്ബ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തന്നിട്ടുണ്ടാകും. ജോലി അന്വേഷിക്കുന്നവരാണ് ഈ ഒരു അമല് ചെയ്യുന്നതെങ്കിൽ അവർക്കുള്ള വഴിയും റബ്ബ് സുബ്ഹാനഹു തആല തുറന്നു തരും. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഒരുപാട് ആളുകൾ ഒരുപാട് ദിക്റുകൾ, ദുആകളൊക്കെ പറഞ്ഞിട്ട് എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് ഓതേണ്ടത് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ കഴിയുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ ഒരു സ്ഥാനം ചോദിക്കുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളെല്ലാവരെയും എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.